നമസ്കാരം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിലാണെന്ന് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിലാണെന്ന് പറഞ്ഞാലും ഫേസ്ബുക്കിലാണെന്ന് പറഞ്ഞാലും എല്ലായിടത്തും വളരെ പ്രമുഖരായ വ്യക്തികൾ ഇരുന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കൂടെ പൈസ ഉണ്ടാക്കാം, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്നൊക്കെ കിടന്ന് പറയണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത്രയും പൈസ ഉണ്ടാക്കുന്ന ഇവർ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു മണി ചെയിൻ്റെ പരിപാടിയായിട്ട് ഒരാൾ എന്നെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സമയവും നാട്ടിലെ സമയം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു 7 മണി, വൈകിട്ട് 7 മണിയെന്ന് പറഞ്ഞാൽ നാട്ടിലത് 9:30 ആവും. അപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഫ്രീ ടൈം എന്ന് പറഞ്ഞ് കിട്ടിയത് ഏതാണ്ട് 10 മണിയായി. കുവൈറ്റിലെ 10 മണിയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങേ തലക്കിലിരിക്കുന്ന വ്യക്തി, അതായത് ഇന്ത്യയിലിരിക്കുന്ന വ്യക്തി എന്നോട് സംസാരിക്കാൻ റെഡിയാണ്, മണി ചെയിൻ്റെ ആ ബിസിനസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ 10 മണിയായപ്പം ഇന്ത്യയിൽ ഏകദേശം 12:30 ആയി, രാത്രി 12:30 ആയി സമയം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ആദ്യമൊന്നും എന്നോട് ഈ മണി ചെയിനാണെന്നുള്ള പരിപാടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല, ഒരു ബിസിനസ്സാണെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് ഇതാണെന്നൊക്കെ പറഞ്ഞു ചെന്നപ്പം എനിക്ക് പിടി കിട്ടിയത് മണി ചെയിൻ പരിപാടി തന്നെയാണ്. വേറെ പേര് അല്ലാതെന്നേ ഉള്ളൂ. പണ്ട് മണി ചെയിൻ വിളിക്കുന്നു, ഇന്നിപ്പോൾ എന്നെ വേറെ പേരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ മനുഷ്യന് ഒരു മാസം 20 ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ കേട്ടു. അപ്പം എന്നോട് പെട്ടെന്ന് നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. അതുമല്ല, എനിക്ക് ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഭാര്യയുടെ സ്വർണം വിൽക്കാൻ പറഞ്ഞു. അപ്പം ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അത്രയൊന്നും പൈസ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ആവണമെന്ന് ആഗ്രഹമില്ല, നിങ്ങൾ കിടക്കുന്ന ചെളിക്കുഴി തന്നെ കിടക്കാനാണ്. അപ്പോൾ നമ്മളെ അങ്ങ് മാനസികമായി അങ്ങ് വിഷമിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ മാസം 20 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്, നിങ്ങൾ ഈ പാതിരാത്രി 12:30 ഇരുന്ന് ജോലി ചെയ്യുന്ന കണ്ടോയെന്ന് ചോദിച്ചു. സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോട്ടെ, ഒരു മാസം ഒരു 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിലും അവൻ എന്തോ ആഗ്രഹിക്കുന്നത്, ഒരു കുറഞ്ഞൊരു 6-7 മണിക്കൂർ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ഇതൊക്കെയല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ 20 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ഈ രാത്രി 12:30 ഇരുന്ന് എന്നോട് സംസാരിക്കേണ്ട ആവശ്യം എന്തോ? അപ്പോൾ വീണ്ടും ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശിനെ നിങ്ങൾ പറയുന്നത് വെറും കള്ളമാണ്. 20 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് വെറും കള്ളമാണ്. പക്ഷേ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിനെ നിലനിർത്താനല്ല ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നെ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണിക്കുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പൈസ അത് നിലനിർത്തണമെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പോസ്റ്റുകൾക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതുവേണ്ടിയാണ് അവർ ഈ കാണിക്കുക. നിങ്ങൾ അതിനകത്ത് പോയി കണ്ടിരുന്നിട്ടോ ഒരു പ്രയോജനമില്ല. പക്ഷേ നിങ്ങൾ പൈസ കിട്ടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ. പക്ഷേ നല്ലതായിട്ട് കഷ്ടപ്പെടണം, നല്ല കണ്ടൻറ്റുകൾ ഇടുക. വല്ലവരും ഇട്ട കണ്ടൻറ്റ് എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അത് റീപോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപയും കിട്ടത്തില്ല. നല്ല കണ്ടൻറ്റുകൾ നിങ്ങളിടുക, ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും